കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ ചർച്ച ചെയ്യുന്നതാകും തെരഞ്ഞെടുപ്പെന്ന് UDF കൺവീനർ MM ഹസൻ. അഴിമതിക്കെതിരായ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. UDF തെരഞ്ഞെടുപ്പിൽ സർവകാല റെക്കോർഡ് നേടുമെന്നും ഹസൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലെ UDFന്റെ വിജയം എന്ന് പറയുന്നത് അഴിമതിക്കും ദുർഭരണത്തിനും ഫാസിസത്തിനുമെതിരായിട്ടുള്ള ജനവിധിയായി. കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ ജനവിരുദ്ധ നയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഈ സർക്കാരിന്റെ അഴിമതി. ആ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഇതുവരെ ഉണ്ടായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ ഒരു സർവകാല റെക്കോർഡായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ UDFിനുണ്ടാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് NDA സഖ്യം നേടുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും. ഇടത് വലത് കക്ഷികൾക്കെതിരെ BJP ഉയർത്തുന്ന ആരോപണങ്ങൾ സത്യമെന്ന് തെളിയുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ദേശീയ ജനാധിപത്യ സഖ്യം എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തിൽ. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ദേശീയ ജനാധിപത്യ സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയുമായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വലിയ തയ്യാറെടുപ്പുകളാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഘട്ടം ഘട്ടമായി നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്കൽ ബോഡി ഇലക്ഷനിൽ സമീപകാലത്ത് ഒരു ഡെക്കേഡിനിടയിൽ ഇത്രയും പാർട്ടി സ്വസിദ്ധമായ ഒരു പീരീഡ് ഉണ്ടായിട്ടില്ല. അത്രയും നല്ല റിപ്പോർട്ടുകളാണ് കിട്ടുന്നത്. ഞാൻ 10 ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി. ഈ 11-ാം തീയതി അവശേഷിക്കുന്ന 4 ജില്ലകളിലെ പരിപാടി ഞാൻ പൂർത്തിയാക്കും. ഞാൻ സംതൃപ്തനാണ്. വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്തിൽ ചരിത്രത്തിൽ റെക്കോർഡായിരിക്കും ഈ വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഒരു പിടിവള്ളിയും ഇനി അവർക്ക് കിട്ടാൻ പോകുന്നില്ല. കേരളം അവർക്കെതിരായി വിധി എഴുതാൻ പോവുകയാണ്. അതൊന്നും പറഞ്ഞ് രക്ഷപ്പെടാം എന്ന് വിചാരിക്കണ്ട. അങ്ങനെ ഒരു രാഷ്ട്രീയ സഖ്യം ഇല്ല എന്ന് പല പ്രാവശ്യങ്ങൾ പറഞ്ഞാണ്. അതൊന്നും പറഞ്ഞ് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല.